കായലോളങ്ങളിൽ അലയടിക്കുന്ന നാടൻ പാട്ടുകൾ, മേളങ്ങൾ, കാർഷിക സമൃദ്ധിയും പ്രകൃതി ഭംഗിയും കൈകോർക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ പച്ചിലച്ചാർത്തണിഞ്ഞ പുരവിമലക്കടവിൽ തിരുവാതിര ഞാറ്റുവേലയുടെ വരവറിയിച്ച് വിത്ത് യാത്രയിലൂടെ സംസ്ഥാനതല കർഷക സഭ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കം കുറിച്ചു. തകധിമി തകിട തകധിമിതോ തകിട തകധിമി തകിട തകധിമി തകിട തകധിമിതോ തകിട തകധിമി തകിട തകധിമി തകിട തകധിമിതോ അകത്താളത്തുടി ചേർത്തിട്ടടുക്കുന്നു കടമ്പൻ, അകത്താളത്തുടി ചേർത്തിട്ടടുക്കുന്നു കടമ്പൻ, കനൽ വെട്ടക്കതിരാട്ടക്കളിയാടി കടമ്പൻ, നാടുണർത്തി ചേല ചുറ്റി ചുവപ്പിച്ച് കറുപ്പിച്ച് കതിരൊന്റെ ചോര നീന്തി കടമ്പൻ മൂത്താൻ. തകിട തകധിമി തകിട തകധിമി തകിട തകധിമിതോ തകിട തകധിമി തകിട തകധിമി തകിട തകധിമിതോ. പാതി ചന്ദ്രനെ പാതി സൂര്യവെട്ട പെരുമ്പാതിയിൽ തിരുവാതിര ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേലയുടെ കേരളത്തിൻ്റെ തിരുവാതിര ഞാറ്റുവേലയുടെ പുതിയ കിരണങ്ങൾ, പുതിയ സംസ്കാരത്തിൻ്റെ പുതിയ കിരണങ്ങൾ ഒരു പുതിയ പിറവിയായി നമ്മുടെ പഞ്ചായത്തിൻ്റെ അമ്പൂരി പഞ്ചായത്തിലെ കുമ്പിച്ചൽക്കടവ് ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ ഗോത്ര സംസ്കാരത്തിൻ്റെ വിത്തുകൾ ഈ മൂപ്പനും ഈ നാട്ടിലെ ജനങ്ങളും കർഷകരും ചേർന്ന് നാളെ കല്ലിയൂർ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിത്ത് മുതച്ച് മുള പൊട്ടുന്നത് കണ്ടില്ലേ? ആ കാണണമെങ്കിൽ കേരളത്തിൻ്റെ കാർഷിക തനത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം, ഉറവ കണ്ടെത്തണം. അതിൻ്റെ സങ്കൂച്ചമാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭമതികളായിട്ടുള്ള ഭരണഫ്രാ കേന്ദ്രത്തിലിരുന്നു കൊണ്ട് പുതിയ പുതിയ പദ്ധതികൾക്ക് ആവിഷ്കാരം ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഉദ്ഘാടന ദിനത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. കാലമരച്ചില്ലയിലെ കനൽപ്പൂവുകൾ കണ്ടോ? നാടിനെ നെഞ്ചണിഞ്ഞ കൊടുങ്കാറ്റുകൾ, കഴുമരങ്ങൾ തുണ്ടമാക്കും ഇടിവാളുകൾ. ഇന്ത്യയുടെ ജീവൻ കാർഷികതയാണ്. നെഹ്റുവിൻ കാൽപ്പനികതയല്ല, മാത്രമല്ല നെഹ്റുവിൻ്റെ പ്രവൃത്തി പരിചയമാണ്. മണ്ണിൽ നിന്നും ഉറവ കൊണ്ട നെയ്യാറിൻ്റെ ഉറവയിൽ നിന്നാകട്ടെ നമ്മുടെ തുടക്കം. എന്താ ശരിയല്ലേ? നെയ്യാറിൻ്റെ ശുദ്ധജലം, ആ ജലം കൊടുക്കണം നമുക്ക്. മൂപ്പന്റെ കയ്യിൽ കൊടുത്തയക്കണം. എവിടെ ജലകുംഭം? എവിടെ ജലകുംഭം? തകിട്ട തകതിമി തകിട്ട തകതിമി തകിട്ട തകതിമിതോ. അമ്പൂരി ഗ്രാമപഞ്ചായത്തിന്റെ മലയോര മേഖലയിലെ മണ്ണിൽ വിളഞ്ഞ തനത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ജൈവിക സുഗന്ധമുള്ള വിത്തുകൾ ശേഖരിച്ച് നിറ ഉത്സവത്തിന്റെ പ്രതീതിയിൽ ഊരുമൂപ്പൻ കൃഷ്ണൻകുട്ടി കാണിയുടെ നേതൃത്വത്തിൽ യുവ കർഷകർ ഉൾപ്പെടുന്ന കൂട്ടായ്മ കാടിന്റെ കാർഷിക വസന്തം നാടിന് പകർന്നു നൽകാൻ ഒത്തുചേർന്നു. ഞങ്ങളുടെ ദുർഘടമായ ഒരു നല്ല കാർഷിക വിളകൾ വിളയുന്ന ഒരു പഞ്ചായത്താണ് അമ്പൂരി. അതുപോലെ തന്നെ മലയോര പ്രദേശമായ എല്ലാ വിളകളും ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച്, എൻ്റെ പാരമ്പര്യമായിട്ടുള്ള കൃഷിയായിരുന്നു ഞങ്ങളുടെ തൊഴിൽ. അതുപോലെ തന്നെ ഞങ്ങളുടെ പൂർവികരുടെ അടിസ്ഥാനത്തിൽ ഇന്നും ഞങ്ങൾ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ മൃഗശല്യം കൊണ്ട് എല്ലാവർക്കും അറിയാൻ കഴിയും, മൃഗശല്യം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടത്തില്ല. എങ്കിൽ തന്നെയും ഇന്നും ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി കാർഷിക കൃഷികൾ ചെയ്യുകയും മലയോര പഞ്ചായത്തായ അമ്പൂരിയിലുള്ള എല്ലാ ജനപ്രതിനിധികളും ഞങ്ങളോടൊത്ത്
സ്നേഹത്തെ പോലെയാണ് കഴിയുന്നതും. തീർച്ചയായിട്ടും നമ്മുടെ അമ്പൂരി പഞ്ചായത്തിൽ തന്നെ ഈ ഒരു വർഷത്തിൽ 2026 വന്ന ഞാറ്റുവേലയിൽ ഉൾപ്പെടുത്തിയതിൽ ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും 1000 നന്ദി പറയുകയാണ്. ഇതേപോലെ വരുന്ന അവസരങ്ങളിൽ ഞങ്ങളെ മലയോര ഗ്രാമമായ മലയോര പഞ്ചായത്തായ അമ്പൂരിയെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ പൊതുവായിട്ടുള്ള അഭിപ്രായം. തിരുവാതിര ഞാറ്റുവേലയുടെ വരവേൽപ്പറിയിച്ചുകൊണ്ട് പരമ്പരാഗത വേഷവിധാനത്തിൽ തോണിയേറി വന്ന കടമ്പൻ മൂത്താനെ പുരവിമലക്കടവിൽ ഊരുമൂപ്പൻ സ്നേഹവന്ദനം നൽകി സ്വീകരിച്ചു. ഊരുമൂപ്പന്റെ കയ്യിൽ നിന്നും വിത്തുകൾ ഏറ്റുവാങ്ങി കടമ്പനും സംഘവും കാണിക്കാർ സമൂഹത്തിലെ പെൺകുട്ടികൾ ആലപിച്ച ഞാറ്റുവേല പാട്ടുകൾ ഏറ്റുപാടി. പുഴയുടെ ഓളങ്ങൾക്കൊപ്പം മറുകരയെത്തി. ചാറ്റൽ മഴയും നാടൻ പാട്ടും താളവും നിറഞ്ഞ വേള കലയും ജൈവ സംസ്കാരവും ഒന്നിച്ച വേറിട്ട അനുഭവം തന്നെയായിരുന്നു. കുമ്പിച്ചൽ കടവിലെത്തിയ യാത്രയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മംഗലശ്ശേരിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. തിരുവാതിര ഞാറ്റുവേലയുടെ ആരംഭ ദിവസമായ നാളെ കേരളത്തിലെ പുതിയ UDF ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ ബഹുമാന്യനായ കൃഷിവകുപ്പ് മന്ത്രി ശ്രീ T. സിദ്ദിഖിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഒരു പുതിയ കാർഷിക സംസ്കാരത്തിന്, ഒരുപക്ഷെ നമ്മുടെ കുറേ നാളുകളായി അന്യമായി നിന്നിരുന്ന ഒരു കാർഷിക സംസ്കാരം വീണ്ടെടുക്കുവാൻ, നമ്മുടെ കാർഷിക പാരമ്പര്യത്തെ മുറുകെ പിടിക്കുവാൻ വേണ്ടി ആരംഭിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണിത്. അമ്പൂരി പഞ്ചായത്തും ഒരു കാർഷിക മേഖലയാണ്, കുടിയേറ്റ ഗ്രാമമാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ എല്ലാത്തരം കൃഷികളും എല്ലാത്തരം വിളകളും കൃഷി ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്നത് പല കാരണങ്ങളാൽ അതിൻ്റെ കൃഷിയുടെ അളവിലൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുതിയ കാർഷിക നയത്തിൻ്റെ ഭാഗമായി ഇവിടെയും കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവുണ്ടാക്കുവാൻ ഈ പദ്ധതി സഹായകമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ നാളെ കല്ലിയൂർ പഞ്ചായത്തിൽ നടക്കുന്ന സംസ്ഥാനതല തിരുവാതിര ഞാറ്റുവേല പദ്ധതിക്ക് വേണ്ടി വിത്തുകൾ ഈ അമ്പൂരി പഞ്ചായത്തിലെ പുരവിമല എന്ന ട്രൈബൽ ഉന്നതിയിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ്, ആ വിത്ത് യാത്രയുടെ ഉദ്ഘാടനമാണ് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇവിടെ അമ്പൂരിയിലെ ഇന്നത്തെ വിത്ത് യാത്രയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കേരളത്തിലെ കാർഷിക പാരമ്പര്യത്തിൻ്റെയും കൃഷിയുമായിട്ടുള്ള കർഷകരുടെ ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ഞാറ്റുവേല. അഗസ്ത്യമലയുടെ ഉറവകളാൽ പോഷിപ്പിക്കപ്പെടുന്ന നെയ്യാറിന്റെ ജലം കാർഷിക സംസ്കാരം കൈമാറലിന്റെ പ്രതീകമായി കടമ്പൻ മൂത്താൻ കല്ലിയൂരിന്റെ മണ്ണിനായി മൂപ്പനെ ഏൽപ്പിച്ചു. വെളിച്ചത്തിനായി നിറപന്തം തെളിച്ച് ഊരുമൂപ്പൻ കൈമാറി. തുടർന്ന് അമ്പൂരി, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രതിനിധികളും കർഷകരും കൃഷി ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കാർഷിക പാരമ്പര്യത്തിന്റെ തുടർച്ചയുടെയും തലമുറകളുടെ പങ്കാളിത്തത്തിന്റെയും പ്രതീകമായി ആഘോഷമായി വിത്തുയാത്ര ആരംഭിച്ചു. കാട്ടിലെ കണിവിത്തുമായി മൂപ്പനും കർഷകരും കാടിറങ്ങി വരുന്നു എന്ന സന്ദേശമുയർത്തിയാണ് വിത്ത് യാത്ര ആരംഭിച്ചത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടന വേളയിൽ അമ്പൂരിയിൽ നിന്നെത്തിച്ച പരമ്പരാഗത നടീൽ വസ്തുക്കൾ കൃഷിമന്ത്രി ഏറ്റുവാങ്ങി. കൃഷിയുടെ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും. എല്ലാ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നോഡൽ ടീച്ചറും അതിനൊരു ബാക്കപ്പ് കമ്മിറ്റിയും അതിനുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും എല്ലാം ഉണ്ടാവും. കാർഷിക വൃത്തിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ചെറുപ്പത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. കുട്ടികൾ എപ്പോഴും
ലൈവായി അവരുടെ ഊർജ്ജസ്വലതയെ ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണ് തീർച്ചയായും ആപൽക്കരമായ മേഖലയാണ് നാർക്കോട്ടിസം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. കേരളത്തിൽ വിദ്യാർത്ഥികളോടൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ പ്രദാനം ചെയ്യാം. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന ഒരു പുതിയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിലേക്ക് കതിർ ക്ലബ്ബുകളിലൂടെ സമ്മാനിക്കുകയാണ് കേരളത്തിലെ കൃഷി വകുപ്പ്. ആ പദ്ധതിയെ നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കണം, പിന്തുണ നൽകണം എന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥികളുടെ മനോഹരമായ പരിപാടികൾ, അവരുടെ സർഗവാസനകളെ വിനിയോഗിക്കുന്ന മനോഹരമായിട്ടുള്ള പരിപാടിയാണ്. ഒരു മൂപ്പന്റെ നേതൃത്വത്തിൽ അമ്പൂരിയിൽ നിന്ന് തനത് വ്യക്തിരങ്ങളുമായുള്ള പ്രയാണമാണ് പ്രിയപ്പെട്ട ഊരിലെ ഉന്നതിയിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ നേതൃത്വം കൊടുത്തു. ഞാൻ അവരെയൊക്കെ കൃഷി വകുപ്പിന് വേണ്ടി പ്രത്യേകം ഈ തിരുവാതിര ഞാറ്റുവേല സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. ഒരു നല്ല കയ്യടി നമ്മൾ അവർക്ക് കൊടുക്കണം. കയ്യടിക്കൊരു ഉഷാറ് പോലും. ആ തിരുവാതിര ഞാറ്റുവേല കയ്യടിയാണ്, ഉഷാറായിട്ട്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷിക സംസ്കാരവും പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരമാണ് നമ്മുടെ. ആ കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും മണ്ണും കാലാവസ്ഥയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അഭേദ്യമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഞാറ്റുവേല എന്നുള്ളത്. പരിപാടിയുടെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും പകർന്ന് മന്ത്രിയും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും ചേർന്ന് പച്ചപ്പിന്റെ പുതിയ അധ്യായത്തിന് ഉപ്പന്നൂർ പാടശേഖരത്തിൽ ഞാറുനട്ട് തുടക്കമിട്ടു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ കൃഷിമന്ത്രിയും M. വിൻസെന്റ് MLAയും ചേർന്ന് കൃഷിയിടത്തിൽ നട്ടു. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലായ കതിര് കാർഷിക ക്ലബ്ബുകളുടെ തുടക്കത്തിനായി പച്ചക്കറി വിത്തുകൾ വിവിധ സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു. പരിപാടിയിൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയ ഞാറ്റുവേല കലണ്ടർ, കല്ലിയൂരിന്റെ വെള്ളായണി റൈസ് ബ്രാൻഡ്, നീള ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാംസ് ലോഗോ എന്നിവ പ്രകാശനം ചെയ്തു. കോവളം നിയോജകമണ്ഡലം MLA M. വിൻസെന്റ് അധ്യക്ഷത വഹിച്ച കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ, കാർഷിക കോളേജ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്ത ഈ ചടങ്ങ് ഈ സർക്കാരിൻ്റെതായി ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട നയപ്രഖ്യാപനത്തിൽ കൃഷി വകുപ്പിന്റെ ദിശാബോധം വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നൂതനങ്ങളായ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ കൃഷിമന്ത്രി കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിന്റെ യഥാർത്ഥ ശക്തിയായ സ്ത്രീ ശക്തിയെ കാർഷിക മേഖലയിൽ അണിനിരത്താനുള്ള വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാർന്ന പരിപാടികൾ അതിന്റെ ഭാഗമായി നടത്തിവരികയാണ്. കലാസാംസ്കാരിക പരിപാടികൾ, ജൈവവിത്തുകളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ വർണ്ണാഭമായി. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ച കടമ്പന്റെ അവതരണം വേറിട്ട കാഴ്ചയായി. തെയ്യവും കുട്ടികളുടെ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊക്കെയായി സംസ്ഥാന കർഷക സഭകൾക്കും ഞാറ്റുവേല ചന്തകൾക്കും വർണ്ണാഭമായ തുടക്കമായി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ പരിധികളിലും ജൂൺ 22 മുതൽ ജൂലൈ 5 വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞാറ്റുവേല അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്.